തുടർന്ന് ഒരു അപകട വാർത്തയിലേക്കാണ്, ഒരു മണ്ണിടിച്ചിൽ വാർത്തയിലേക്കാണ് പോകുന്നത്. കാസർഗോഡ് ചെറുവത്തൂരിൽ ദേശീയപാത നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞു വീണ് അപകടം. മണ്ണിനടിയിൽ കുടുങ്ങിയ ഒരാളെ രക്ഷപ്പെടുത്തി. രണ്ടുപേർ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. മണ്ണിടിച്ചിലാണ്, കാസർഗോഡ് ചെറുവത്തൂരിലാണ്. ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു വിവരങ്ങളുമായി. ജോസഫ്, എന്താണ് സ്ഥലത്തെ നിലവിലെ സാഹചര്യം? ാണ് ഈ കുന്നിടിഞ്ഞ് അപകടമുണ്ടായത്. JCB ഉപയോഗിച്ച് കുന്നിടിക്കുമ്പോഴായിരുന്നു ഇത്തരത്തിൽ അപകടമുണ്ടായത്. 4 തൊഴിലാളികളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന. ഈ 4 പേരുടെ മുകളിലേക്ക് ഈ മണ്ണിടിഞ്ഞ് വീഴുകയായിരുന്നു. ഇപ്പം 4 പേരെയും രക്ഷപ്പെടുത്തിയതായിട്ടാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഇതിൽ ഒരാളുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നൊരു സാഹചര്യമാണ്. പക്ഷേ ആശ്വാസകരമെന്ന് പറയട്ടെ, 4 പേരെയും മണ്ണിനടിയിൽ നിന്ന് രക്ഷിക്കാനായിട്ടുണ്ട്. ഇനിയും ആരെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ഇവരിൽ നിന്ന് മൊഴിയെടുത്തതിന് ശേഷം മാത്രമായിരിക്കും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത വരിക. എന്തായാലും ഫയർഫോഴ്സും നാട്ടുകാരും അതുപോലെ തന്നെ ദേശീയപാത അതോറിറ്റിയുടെ അധികൃതരും ഈ സ്ഥലത്ത് വ്യാപകമായി തെരച്ചിൽ നടത്തുന്നുണ്ട്. കൂടുതൽ മണ്ണ് നീക്കിയുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. നിലവിൽ ഇപ്പോൾ 4 പേരെ ഇവിടെ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. ഇതിലൊരാളുടെ നില ഗുരുതരമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇന്ന് 10:30 കൂടിയാണ് ഈ ദേശീയപാത വികസന പ്രവർത്തികൾ നടക്കുന്ന മട്ടലായിൽ ഈ കുന്നിടിഞ്ഞ് അപകടമുണ്ടായത്. 4 പേരും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. കാളിദാസ്. ശരി, കാസർഗോഡ് ചെറുവത്തൂരിലാണ് ദേശീയപാത നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞു വീണ് അപകടമുണ്ടായിരിക്കുന്നത്. അതിൽ 2 പേർ കുടുങ്ങിക്കിടക്കുന്നതായി സംശയമുണ്ട്. രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ജോസഫ്, ആരോഗ്യനില, ഈ രക്ഷപ്പെടുത്തിയ ഒരാളുടെ ആരോഗ്യനിലയൊക്കെ എങ്ങനെയാണ് അറിയാൻ സാധിക്കുന്നുണ്ടോ? കാളിദാസ്, നിലവിൽ 4 പേരെ അവിടെ നിന്ന് രക്ഷിക്കാനായിട്ടുണ്ട് എന്നാണ് ഫയർഫോഴ്സ് അധികൃതരിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇനിയും കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. തൊഴിലാളികളോടൊക്കെ ചോദിച്ചു വേണം ഈ കാര്യത്തിൽ സ്ഥിരീകരണം നടത്താൻ. പക്ഷേ അധികൃതരുടെ ഭാഗത്തുനിന്ന് മണ്ണ് നീക്കി കൂടുതൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ കൂടുതൽ പരിശോധനകൾ നടത്തുന്നത്. നിലവിൽ 4 ഇതര സംസ്ഥാന തൊഴിലാളികളെ ഈ മണ്ണിനടിയിൽ നിന്നും രക്ഷിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ബാക്കിയുള്ളവരുടെ നില ആശ്വാസകരമാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ശരി, വ്യക്തമാകുന്നു ജോസഫ്. എന്തായാലും 4 പേരെയാണ് അവിടെ നിന്നും രക്ഷപ്പെടുത്തിയത്. അതിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതിനിധി ജോസഫ് അഗസ്റ്റിൻ അറിയിച്ചിരിക്കുന്നത്. 2 പേർ ഇപ്പോഴും ആ ഒരു മണ്ണിടിച്ചിലിൽ കുടുങ്ങിക്കിടക്കുന്നതായി സംശയമുണ്ട്. രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് ചെറുവത്തൂരിലാണ് ദേശീയപാത നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞു വീണ് 6ഓളം പേർ കുടുങ്ങിക്കിടക്കുന്നതായുള്ള വിവരങ്ങളൊക്കെ ലഭിച്ചത്. അതിൽ 4 പേരെയാണ് രക്ഷപ്പെടുത്തിയത്. 2 പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നതായാണ് സംശയം. അത് സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും ഈ രക്ഷപ്പെടുത്തിയ 4 പേരിൽ നിന്നും കൃത്യമായി ചോദിച്ചറിഞ്ഞ ശേഷമേ കൂടുതൽ അറിയാൻ സാധിക്കൂ എന്നുള്ളതാണ്. 4 പേരെ രക്ഷിച്ചതിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്നുള്ളതും അറിയാൻ സാധിക്കുന്നു. മറ്റ് 3 പേരുടെ നില ആശ്വാസകരമാണ് എന്നുള്ളതുമാണ് അറിയാൻ സാധിക്കുന്നത്.